സൂറത്തുൻ നിസായിലെ ഒരായത്തിൽ നിങ്ങളിൽ നിന്നുള്ള കൈകാര്യകർത്താക്കന്മാരെയും അനുസരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരെയാണ്? വിശുദ്ധ ഖുർആൻ സൂറത്ത് നിസായിലെ 59-ാമത്തെ ആയത്തിൽ യാ അയ്യുഹല്ലദീന ആമനു അത്തിഉല്ലാഹ വ അത്തിഉർ റസൂല വ ഉലിൽ അംരി മിൻകും ഫഇൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദു ഇലല്ലാഹി വറസൂൽ എന്ന് തുടങ്ങുന്ന ആയത്ത്. സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുക, നിങ്ങൾ റസൂലിനെ അനുസരിക്കുക, ഉലുൽ അംറിനെയും അനുസരിക്കുക. അപ്പോൾ അള്ളാഹിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഖുർആൻ അനുസരിച്ച് ജീവിക്കുക, റസൂലിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ ഹദീസ് അനുസരിച്ച് ജീവിക്കുക, ഉലുൽ അംറിനെ അനുസരിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് അതുകൊണ്ട് വിവക്ഷ എന്നാണ്. തുടർന്ന് ഈ ആയത്തിൻ്റെ ബാക്കി ഭാഗത്ത് ഫൈൻ തനാസാത്തും, ഇനി നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ നിങ്ങൾ മടങ്ങേണ്ടത് ഖുർആനിലേക്കും സുന്നത്തിലേക്കുമാണ്, അതല്ലാതെ ഉലുൽ അംറിലേക്കാണ് എന്ന് പറയുന്നില്ല. അങ്ങനെയെങ്കിൽ ഉലുൽ അംർ എന്താ ആണ് എന്ന് മുഫസ്സിരിങ്ങൾ വിശദീകരിച്ചു. മഹാനായ ഇബ്നു കത്തീർ റഹ്മത്തുള്ളാഹി അലൈഹി അവിടെ ഉലുൽ അംർ എന്ന് പറഞ്ഞ 2 വിവക്ഷകൾ കൊടുത്തു. അതിൽ ഒന്ന് അൽ ഉലമ, പണ്ഡിതന്മാരാണ്. ഒരാൾക്ക് ഒരു സംശയമുണ്ടായി, ഇപ്പോൾ ഒരു ആധുനിക വിഷയം അവയദാനം എന്നുള്ള വിഷയം ഖുർആനിലും ഹദീസിലും വ്യക്തമായൊന്നുമില്ല. അപ്പോൾ ആ വിഷയത്തിൽ പഠിച്ച അവഗാഹമുള്ള താൻ ഇഷ്ടപ്പെടുന്ന ഒരു പണ്ഡിതനോട് ചോദിക്കുക. അപ്പോൾ അയാളിലേക്ക് മടങ്ങണം ആ വിഷയത്തിന് വേണ്ടി. മറ്റൊന്ന്, അപ്പോൾ ഉലമ ഒന്ന്. മറ്റൊന്ന് അൽ ഉമറ, മുസ്ലിം രാജ്യത്തെ ഭരണാധികാരികൾ. അവർ പലപ്പോഴും ദീനിയായ വിഷയങ്ങളല്ല ചർച്ച ചെയ്യുക, മറിച്ച് ആ രാജ്യത്തിൻ്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി, ആ രാജ്യത്തുള്ള ആളുകളെ നന്മയ്ക്ക് വേണ്ടി ചില നിബന്ധനകൾ, ചില നിയമങ്ങൾ കൊണ്ടുവരും. ആ നിയമങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇസ്ലാമിന് എതിരല്ല എങ്കിൽ അത് അനുസരിക്കണം. അതുകൊണ്ട് തന്നെ ഉലുൽ അംറിനെ അനുസരിക്കണം എന്ന് പറഞ്ഞാൽ ഈ രൂപത്തിലുള്ള പണ്ഡിതന്മാരെ അനുസരിക്കണം. ഉമറാക്കളെ അൽ ഉലമാ വൽ ഉമറ, ഇവർ രണ്ടുപേരെയും അനുസരിക്കണമെന്നാണ് തഫ്സീർ ഇബ്നു കത്തീർ പോലുള്ള തഫ്സീറുകളിലൊക്കെ കൊടുക്കുന്നത്.